പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി സത്സംഗവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ക്ഷേത്ര ആരാധന എന്നുള്ളതാണ്. രണ്ട് തരം ആരാധനാ രീതികളാണ് ഭാരതത്തിൽ പൗരാണിക കാലം മുതൽ ഉണ്ടായിട്ടുള്ളത്. ഒന്ന് വൈദിക ആരാധന, രണ്ട് ക്ഷേത്ര ആരാധന. പുരാതന കാലത്ത് ക്ഷേത്ര ആരാധന ഉണ്ടായിരുന്നില്ല. അഗ്നിയിലേക്ക് ദ്രവ്യങ്ങൾ സമർപ്പിച്ച് വേദമന്ത്രങ്ങൾ ഉരുവിട്ട് ചെയ്യുന്ന ആരാധനാ രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. അതാണ് വൈദിക ആരാധന. ഉദാഹരണം ഗണപതി ഹോമം, സോമയാഗം, പുത്രകാമേഷ്ടി തുടങ്ങിയവ. വൈദിക ആരാധനയ്ക്ക് വേദമന്ത്രങ്ങളിലുള്ള നല്ല അറിവുണ്ടാകണം. യാഗങ്ങൾ പലതും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ്. അതിന് കഠിന പ്രയത്നവും വിഭവ സമാഹരണവും കൃത്യനിഷ്ഠയുമെല്ലാം വേണം. പിൽക്കാലത്ത് വേദമന്ത്രങ്ങളിലുള്ള അറിവില്ലാത്തവരും യാഗകർമ്മങ്ങൾ ചെയ്യാൻ പ്രയാസമുള്ളവരും സമയമില്ലാത്തവരും കൂടി വന്നതിനാൽ എല്ലാവർക്കും എളുപ്പത്തിൽ എന്നാൽ ഫലപ്രദമായി ഈശ്വര ആരാധന നടത്തുവാൻ വേണ്ടി നമ്മുടെ ഋഷീശ്വരന്മാർ ചിന്തിച്ചതിൻ്റെ ഫലമാണ് എല്ലാവരിലും ആത്മീയ ചിന്ത ഉണർത്താനായി ക്ഷേത്ര ആരാധന എന്ന സങ്കല്പം ഉടലെടുത്തത്. തൽഫലമായി ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും അതിനുള്ളിൽ ദേവവിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും വിഗ്രഹങ്ങൾക്ക് മുന്നിൽ വിളക്കുകൾ കൊളുത്തുകയും പുഷ്പാർച്ചനകൾ നടത്തുകയും സ്തുതികൾ ആലപിക്കുകയും ചെയ്തു പോന്നു. അങ്ങനെയാണ് ക്ഷേത്ര ആരാധനാ സമ്പ്രദായം ഉടലെടുത്തത്. തുടർന്നു വന്ന കാലങ്ങളിൽ ഈ സമ്പ്രദായത്തിൽ അനേകം പരിഷ്കാരങ്ങൾ വരികയും ഇന്ന് കാണുന്ന രീതിയിലുള്ള വിപുലമായ ക്ഷേത്ര സങ്കല്പവും ക്ഷേത്ര ആരാധനാ രീതികളും നിലവിൽ വന്നു. ക്ഷേത്രാരാധനയ്ക്ക് വരുമ്പോൾ വേണ്ടത് പഞ്ചശുദ്ധിയാണ്. ശരീരം, മനസ്സ്, വാക്ക്, ആഹാരം, കർമ്മം എന്നിവയിലുള്ള ശുദ്ധി. അതാണ് പഞ്ചശുദ്ധി എന്ന് പറയുന്നത്. പഞ്ചശുദ്ധികൾ പാലിച്ചു വരുന്ന എല്ലാ മനുഷ്യർക്കും ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. പഞ്ചശുദ്ധി പാലിച്ചാൽ മാത്രമേ ദേവചൈതന്യം, അതായത് ആത്മീയ ഊർജം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയുള്ളൂ. ഇപ്രകാരം ദർശനം നടത്തുമ്പോൾ നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള പ്രഭാവലയം, അതായത് ഇംഗ്ലീഷിൽ ഓറ എന്ന് പറയും, അതായത് ഒരു കാന്തിക വലയം, അത് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിന് ചുറ്റുമുണ്ട്. അത് വികസിക്കുന്നതായി കാണാം. നമ്മൾ ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ നോക്കിയാൽ അതിൽ ശിരസിന് ചുറ്റുമായ ഒരു വെളുത്ത പ്രഭാവലയം കാണാം. അത് വാസ്തവത്തിൽ ഉള്ളതാണ്, എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അത് അവരുടെ ആത്മീയ ചൈതന്യത്തിൻ്റെ പ്രഭാവം അനുസരിച്ച് വികസിച്ചും കുറഞ്ഞും കാണപ്പെടും എന്ന് മാത്രം. അത് സാധാരണ ഫോട്ടോഗ്രാഫിയിൽ തെളിയില്ല. പക്ഷേ കിർലിയൻ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ആ ഫോട്ടോഗ്രാഫി ഉപയോഗിച്ചെടുത്താൽ ഈ ഓറ, ഈ പ്രഭാവലയെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. അതങ്ങനെ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്രകാരം പഞ്ചശുദ്ധി പാലിച്ച് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഈ ഓറ, ഈ പ്രഭാവലയത്തിന് വികാസം സംഭവിക്കുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ശ്രീകോവിലിന് മുന്നിൽ നിൽക്കുമ്പോൾ രണ്ട് വശങ്ങളിലായി വേണം നിൽക്കുവാൻ എന്ന് പറയുന്നു. കാരണം ശ്രീകോവിലിലെ വിഗ്രഹത്തിൽ നിന്നും പ്രവഹിക്കുന്ന ഊർജം സർപ്പാകൃതിയിലാണ് സഞ്ചരിക്കുന്നത്. അതായത് സർപ്പം സഞ്ചരിക്കുന്നത് പോലെ ഇഴഞ്ഞിഴഞ്ഞ ഒരു വേവ് എന്ന് പറയും, തരംഗരൂപത്തിലാണ് വിഗ്രഹത്തിൽ നിന്ന് പ്രവഹിക്കുന്നത് ഊർജം എന്ന് പറയുന്നു. പഞ്ചശുദ്ധിയുള്ള ശരീരത്തിൽ ദർശനം മൂലം പഞ്ചേന്ദ്രിയങ്ങൾ എളുപ്പത്തിൽ ഉദ്ദീപിക്കപ്പെടുന്നു. ദർശനത്തിലൂടെ കണ്ണ്, കീർത്തനത്തിലൂടെ ചെവി, ധൂപദീപാദികളുടെ ഗന്ധത്തിലൂടെ മൂക്ക്, ഭസ്മചന്ദനാദികളിലൂടെ ത്വക്ക്, തീർത്ഥം, പ്രസാദം ഇവയിലൂടെ നാവ് എല്ലാം ഉദ്ദീപിക്കപ്പെടുന്നു. കുറഞ്ഞത് അരമിനിറ്റ് നേരമെങ്കിലും, അതായത് ഒരു 30 സെക്കൻഡ് നേരമെങ്കിലും തിരുസന്നിധിയിൽ നിൽക്കണം. 10 സെക്കൻഡ് കണ്ണ് തുറന്ന് ദർശിക്കണം വിഗ്രഹത്തെ. പിന്നീട് കണ്ണ് അടച്ച് അകക്കണ്ണ് കൊണ്ട് വേണം ഈശ്വരനെ ദർശിക്കുവാൻ അഥവാ പ്രാർത്ഥിക്കുവാൻ. അതാണ് ക്ഷേത്ര ദർശനത്തിൻ്റെ ഒരു സങ്കല്പം.
ക്ഷേത്ര ആരാധന 8 തരത്തിലുള്ള കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം, അർച്ചനം, സമർപ്പണം, പദസേവനം ഇവയാണ് ആ കർമ്മങ്ങൾ. പഞ്ചശുദ്ധി പാലിക്കണം എന്ന് പറയുന്നത് മൂർത്തിക്ക് വേണ്ടിയല്ല, നമ്മുടെ ശരീരം ഊർജത്തെ ആവാഹിക്കാൻ പ്രാപ്തമാകുന്നതിന് വേണ്ടിയാണ്. പ്രാണപ്രതിഷ്ഠ നടത്തിയ വിഗ്രഹമുള്ള ശ്രീകോവിലിനകത്തു നിന്നുമാണ് ആത്മീയ ഊർജം പ്രവഹിക്കുന്നത്. അതുകൊണ്ട് ശ്രീകോവിലും അതിനകത്ത് പൂജ ചെയ്യുന്ന പൂജാരിമാരും തന്ത്രിയും ആരാധനയ്ക്ക് വരുന്ന ഭക്തരേക്കാൾ ശുദ്ധിയുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ ഫലപ്രദമായി ഊർജപ്രവാഹം നടക്കില്ല. അതുകൊണ്ടാണ് പൂജാസമയങ്ങളിൽ പൂജാരിമാരെ മറ്റുള്ളവർ സ്പർശിക്കരുത് എന്ന് പറയുന്നത്. അല്ലാതെ അത് അയിത്തത്തിൻ്റെ ഭാഗമല്ല. ഈ ഊർജ പ്രസരണം അല്ലെങ്കിൽ അവരിൽ നിന്ന് ഊർജ നഷ്ടമുണ്ടാകാതിരിക്കാനാണ്. ക്ഷേത്ര പരിസരത്ത് ശുദ്ധവായു ലഭിക്കുവാനാണ് ആൽമരം നട്ടു വളർത്തുന്നത്. ശരീരശുദ്ധി വരുത്തുവാനാണ് ക്ഷേത്രക്കുളം നിർമ്മിച്ചിരുന്നത്. മനസ്സ് ഈശ്വരാർപ്പിതമാകണമെങ്കിൽ ദേഹാഭിമാനം, അഹങ്കാരം ഇവ ഇല്ലാതെയാകണം. അപ്പോൾ എല്ലാവരും സമന്മാരായി മാറുന്നു. അതിൻ്റെ പ്രതീകമായിട്ടാണ് പുരുഷന്മാർ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ മേൽവസ്ത്രം അഴിക്കുന്നതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ആ അഹങ്കാരത്തെയാണ് അവിടെ അഴിച്ചു വയ്ക്കുന്നത്. ഈശ്വരാരാധനയ്ക്ക് പുറമേ മനസ്സിനെയും ശരീരത്തെയും സുഖപ്പെടുത്തുന്ന കേന്ദ്രമായിട്ട് കൂടിയാണ് ക്ഷേത്രം കരുതപ്പെടുന്നത്. ക്ഷേത്ര ആരാധനയിൽ ആത്മീയതയും ശാസ്ത്രവും ഉൾക്കൊള്ളുന്നു. മന്ത്ര, തന്ത്ര, യന്ത്രവിധികളിലൂടെ മനസ്സിനെയും ശരീരത്തെയും പരിപോഷിപ്പിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം. മന്ത്രങ്ങളും തന്ത്രങ്ങളും പൂജാവിധികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യന്ത്രങ്ങൾ ദേവചൈതന്യത്തെ ശരീര മനസ്സുകളുമായി ബന്ധിപ്പിക്കുന്നു. അനുകൂല ഊർജം, പ്രതികൂല ഊർജം, അതായത് പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി എന്നിങ്ങനെ 2 ഊർജ സ്രോതസ്സുകൾ പ്രപഞ്ചത്തിലുണ്ട്. അവ മൂലമാണ് ആകർഷണ വികർഷണങ്ങളും പ്രപഞ്ചത്തിൻ്റെ ചലനവും സകല ചരാചരങ്ങളുടെയും നിലനിൽപ്പും സാധ്യമാകുന്നത്. ക്ഷേത്ര ദർശനം വഴി നമുക്ക് ആവശ്യമുള്ള അളവിൽ അനുകൂല ഊർജം, അതായത് പോസിറ്റീവ് എനർജി ലഭിക്കുവാൻ സാധിക്കുന്നു. ക്ഷേത്രങ്ങളിൽ ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശിലയിലോ ലോഹത്തിലോ മറ്റേതെങ്കിലും ഉപാധിയിലോ നിർമ്മിച്ചിട്ടുള്ള ഇത്തരം വിഗ്രഹങ്ങൾ വെറും പ്രതിമകളല്ല. സാത്വികനായ വേദമന്ത്ര തന്ത്രങ്ങളിലും പൂജാവിധികളിലും പാണ്ഡിത്യം നേടിയ ശ്രേഷ്ഠനായ തേജസ്വിയായ വരേണ്യനായ ആചാര്യൻ്റെ അഥവാ തന്ത്രിയുടെ ആത്മചൈതന്യം പൂജാകർമ്മങ്ങളിലൂടെ തന്ത്രവിധികളിലൂടെ വിഗ്രഹത്തിലേക്ക് ആവാഹനം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ആ വിഗ്രഹം ചൈതന്യമുള്ളതായിത്തീരുന്നത്. അതിനാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. നിരന്തരമായ മന്ത്രധ്വനികളിലൂടെയും പൂജാകർമ്മങ്ങളിലൂടെയും ചൈതന്യം വർദ്ധിക്കുന്ന ഈ വിഗ്രഹങ്ങൾക്ക് ഇരുമ്പ് ദണ്ട് കാന്തമായിത്തീരുന്നത് പോലെ ഈ ഊർജം ആഗിരണം ചെയ്യുവാനും അത് ഭക്തരിലേക്ക് വികിരണം ചെയ്യുവാനുമുള്ള കഴിവ് കൈവരുന്നു. അതാണ് ക്ഷേത്ര ദർശനത്തിൻ്റെ പ്രാധാന്യം. അത് ക്ഷേത്ര ആരാധന ഭക്തിയും ശക്തിയും ജ്ഞാനവും ഭക്തരിൽ പ്രദാനം ചെയ്യുന്നു. അതാണ് ക്ഷേത്ര ആരാധനയുടെ പ്രത്യേകത. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത ഒരു വിഷയവുമായി വരാം.